വളരെ നേരത്തെ തന്നെ ഇത്തരം നിയമനിർമ്മാണങ്ങൾ നമുക്കുണ്ടെങ്കിലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസിങ് നിർബന്ധമാക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ പിന്നോട്ടാണ് പോയിട്ടുള്ളത്. അത് അന്ന് എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിന് ഒരു കുറെ കൂടി കർശന സ്വഭാവത്തോടു കൂടി അത് നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സ്ഥിതിയിൽ എത്തിച്ചേരുകയില്ലായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നായ്ക്കളുടെ എണ്ണം പെരുകുന്നതും അതുപോലെ തന്നെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ തെരുവിലേക്ക് ഇറക്കി വിടുന്നതുമാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളുണ്ട്. വീടുകളിൽ നായ്ക്കളെ വളർത്തുകയാണെങ്കിൽ മൈക്രോ ചിപ്പ് നൽകി അതിൻ്റെ തുക വേണമെങ്കിൽ അതും കൂടി ഉടമസ്ഥനിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് നായ്ക്കളുടെ എണ്ണത്തിനകത്ത് കുറച്ച് ആ രീതിയിൽ പുറത്ത് കൊണ്ട് വിടുന്ന സമ്പ്രദായത്തിന് ഒരു അറുതി വരുത്താൻ പറ്റും. പ്രധാനമായും ഈ നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത് വേസ്റ്റിൻ്റെ ഡിസ്പോസലിൻ്റെ പ്രധാന പ്രശ്നമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കൂടുതൽ ഫുഡ് കിട്ടുമ്പോൾ ഏത് മൃഗത്തിൻ്റേതായാലും റിപ്രൊഡക്ഷൻ കൂടുകയും പ്രൊഡക്ഷൻ കൂടി നമ്പർ കൂടുകയുമാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ എണ്ണം കൂടി ഉണ്ടാകുന്നതിന് മറ്റു യാതൊരു മാർഗവും നമുക്ക് അവലംബിക്കാനില്ല. നമ്മൾ ഇവയ്ക്ക് ഫുഡ് കിട്ടുന്നത്, അതായത് വേസ്റ്റ് ഡിസ്പോസലിൽ വേസ്റ്റ് ഫുഡ് അൺനെസറി ആയിട്ട് വരുന്ന ഒരു രീതി ഒഴിവാക്കാനായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം കേരളത്തിലുടനീളം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഈ കഴിക്കുന്ന ഫുഡിൻ്റെ ഒരു രീതി അനുസരിച്ച് തന്നെ ആനിമൽസിൻ്റെ റിപ്രൊഡക്ഷനും അതിൻ്റെ സ്വഭാവ രീതികളിലും മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രധാനമായിട്ടും ഊന്നൽ കൊടുത്ത് ഈ വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ വളരെ കൂടുതൽ ABC ചെയ്യുന്നതിനോടൊപ്പം തന്നെ വളരെ കർശന വളരെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നായ്ക്കളെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ ഇതും കൂടെ ചെയ്താൽ മാത്രമേ ഇത് 100% വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നായ്ക്കളുടെ എണ്ണം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും. ഈ വേസ്റ്റ് നമ്മൾ വേറൊരു സിനാറിയോ കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. സപ്പോസ് നായ്ക്കൾ ഈ വേസ്റ്റ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നായ്ക്കളെക്കാളും അപകടകാരികളായിട്ടുള്ള സമൂഹത്തിന് അപകടകാരിയായിട്ടുള്ള ജന്തുക്കൾ ഇത് കഴിക്കുകയും അവയുടെ എണ്ണം കൂടുന്ന ഒരു സ്ഥിതി സംജാതമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രെഡേറ്ററി ആയിട്ടുള്ള കുറെ കൂടി ബുദ്ധിമുട്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, മനുഷ്യരെ കൂടുതൽ ആക്രമിക്കുന്ന സ്വഭാവമുള്ള ഇത്തരം വേസ്റ്റ് കഴിക്കുന്ന ജീവികളുടെ എണ്ണം അനിയന്ത്രിതമായി കൂടാൻ നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ ഒരു സാധ്യതയും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ആ രീതിയിൽ മാത്രമേ ഇത് വിജയകരമായി പോവുകയുള്ളൂ. വേസ്റ്റ് ഡിസ്പോസലിന് തന്നെ പ്രധാനമായിട്ടും ഒരു ഊന്നൽ കൊടുത്ത് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ കൊടുത്താൽ തന്നെ ഈ ഡോഗ്സിന്റെ ഇത്രയും കൂടുതൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഈവൻ ദോ ഉള്ള ഡോഗ്സിന്റെ റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി തന്നെ കുറയും.